അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ ഒരുപാട് ഭാഗങ്ങൾ ചർച്ച ചെയ്തു. 28ാമത്തെ ചാപ്റ്ററാണ് ചർച്ച ചെയ്യുന്നത്. ഈ ചാപ്റ്ററിന്റെ പേര് ജൗസുൽ ഹിന്ദ് ആണ്. ജൗസുൽ ഹിന്ദ് എന്ന് പറഞ്ഞാൽ ഈ തേങ്ങക്കാണ് പറയാം, നാളികേരത്തിനാണ് ജൗസുൽ ഹിന്ദ് എന്ന് പറയാം. അപ്പൊ ഈ ചാപ്റ്ററിൽ നമ്മൾ കാര്യമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഈ തേങ്ങയെ കുറിച്ച്, അല്ലെങ്കിൽ ഈ ഇത്തരം ഈ പ്രകൃതി അല്ലെങ്കിൽ മരങ്ങള് അതുമായി ബന്ധപ്പെട്ട കുറച്ച് വാക്കുകൾ പഠിക്കാൻ പറ്റും. മറ്റൊന്ന്, ഇതിൽ നമ്മൾ കാര്യമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഈ ചോദ്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇപ്പൊ ഹല്ല് ആ അത്തരം ചോദ്യങ്ങൾ എങ്ങനെ ചോദിക്കാം എന്നുള്ള ആ കാര്യങ്ങൾ കൂടി നമ്മൾ ഇതിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇവിടെ ഈ കൺവെർസേഷൻ ആണ്. അപ്പൊ ഈ കൺവെർസേഷനിൽ കൊടുക്കുന്ന ആ ചോദ്യങ്ങളുടെ രീതി ഒന്ന് ശ്രദ്ധിക്കുക. ചിലപ്പോൾ ആയിരിക്കാം, ചിലപ്പോൾ ഈ ചോദ്യങ്ങളെ ഇസ്തിഫാമിയായ അദാത്തുകൾ എന്ന് നമ്മൾ പറയാം. നമ്മൾ മുമ്പ് ഹർഫുകൾ പഠിച്ച കൂട്ടത്തിൽ പഠിച്ചിരുന്നു, ഇസ്തിഫാമിന്റെ ഹർഫുകൾ എന്ന് പറഞ്ഞ ഹർഫുകൾ. അപ്പൊ അവിടെ കുറച്ച് ഉദാഹരണങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ആ ഉദാഹരണങ്ങൾ ഒന്നുകൂടി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, തസബുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഭാഗം കൂടിയാണ് ഇത്. അപ്പൊ അതിന് മത്തിന് വായിക്കാം. ജൗസുൽ ഹിന്ദ്, നാളികേരം. സയ്യിദ ഖാലിദ് എന്ന് പറയുന്ന രണ്ടു പേർക്കിടയിലുള്ള സംഭാഷണമാണ്. സയ്യിദ ചോദിക്കുകയാണ്, മാ ഹാദിഹി ഷജറ, ഇത് എന്ത് മരമാണ്? അല്ലത്തി അറാഹ ഫി സൂറത്തി, ഈ ചിത്രത്തിൽ കാണുന്ന മരം, യാ അഖി, സഹോദര. ഇവിടെ നോക്കൂ, എന്താണ് എന്നതിന് വാട്ട് ഈസ് എന്നതിന് അറബിയിൽ ഉപയോഗിക്കുന്നത് മാ എന്നാണ്. മാ, ഈ മാ സ്റ്റാർട്ടിങ്ങിലൊക്കെ വരുമ്പോഴാണ് ക്വസ്റ്റ്യൻ ആവാറുള്ളത്. ഇനി ഇടയിലൊക്കെ മാ വരും. അപ്പൊ എല്ലായിടത്തും മാ എന്ന് കാണുമ്പോൾ അത് മാ ഫെയിലിന്റെ കൂടെ വരികയാണെങ്കിൽ ഇല്ല എന്ന് പറയുന്നത്, മാ ഫാല ചെയ്തിട്ടില്ല, മാ ധാബ പോയിട്ടില്ല. അപ്പൊ അങ്ങനെ ഫെയിലിന്റെ കൂടെ വരുമ്പോൾ നഫീന്റെ അർത്ഥം കിട്ടും. ഇനി ഇടയിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ അത് ഇഷാറത്തിന്റെ ഈ ഈ മൗസൂലന്റെ ഈ ഒരു വസ്തു അങ്ങനെ സൂചിപ്പിക്കാനുള്ള മാ ഉപയോഗിക്കാറുണ്ട്. അറബി ഭാഷയിൽ ശരിക്കും 9 തരത്തിലുള്ള മാ ഉപയോഗിക്കാറുണ്ട് എന്നാണ്. അപ്പൊ അതിന്റെ സ്ട്രക്ചറിന്റെ ഘടന മനസ്സിലാക്കിയാൽ മാത്രമാണ് അതിന്റെ ആശയം മനസ്സിലാവുള്ളൂ. ഓക്കെ. ഇവിടെ മാ എന്താണ്, ഈ മരം, ഈ ചിത്രത്തിൽ കാണുന്ന മരം എന്താണെന്ന് ചോദിക്കുകയാണ്. ഇപ്പൊ ഖാലിദ് പറയുന്നു, ഹാദി ഷജറത്ത് ജൗസൽ, ഇത് നാളികേരമാണ്, യാ ഉഖ്തി അൽ അസീസിന്റെ പ്രിയപ്പെട്ട സഹോദരി. വഹിയ തുസമ്മ അയലൻ നാറഞ്ചിയിൽ, ഈ നാളികേരത്തിന്റെ അറബിയിൽ മറ്റൊരു പേരും കൂടിയാണ്, അത് നാറഞ്ചിയിൽ എന്നാണ്. നാറഞ്ചിൽ എന്ന് പറഞ്ഞാലും നാളികേരം എന്നാണ്. ജൗസുൽ ഹിന്ദ് എന്നും പറയാം. വയമിൻ അൻഫഇൽ അസ്ജാരിൽ ഇൻസാനി, മനുഷ്യന്മാർക്ക് ഉപകാരപ്പെട്ട മരങ്ങളിൽ ഏറ്റവും ഉപകാരപ്പെട്ട ഒരു മരമാണ്. അൻഫ എന്നുള്ള ഏറ്റവും ഉപകാരപ്രദമായ എന്നർത്ഥം. മനുഷ്യന്മാർക്ക് ഉപകാരപ്പെട്ട മരങ്ങൾ ഏറ്റവും ഉപകാരപ്പെട്ട ഒരു മരത്തിന്റെ എണ്ണത്തിൽ പെടുന്നതാണ് നാറഞ്ചിയിൽ. വലിഹാദ, അതുകൊണ്ട് തന്നെ സുമ്മിയത്ത് ഷജറത്ത് ജൗസുൽ ഹിന്ദി, ഈ ഇന്ത്യൻ അല്ലെങ്കിൽ ഈ നാളികേരത്തിന് പറയുന്ന അതിനൊരു നിക്നെയിം ഉണ്ട്. ആ നിക്നെയിം ഇങ്ങനെയാണ്, മലിക്കുൻ നബാത്തി എന്നാണ്. മലിക്കുൻ നബാത്ത് എന്ന് പറഞ്ഞാല് സസ്യങ്ങളിൽ നിന്ന് ഏറ്റവും, സസ്യങ്ങളുടെ രാജാവ് എന്നാണ് ഇതിനെ വിളിക്കാറുള്ളത്. കാരണം ഏറ്റവും ഉപകാരപ്രദമായ, അതിന് എല്ലാം ഉപകാരമുള്ളതാണ്. അതുകൊണ്ടാണ് അങ്ങനെ വിളിക്കാനുള്ള കാരണം. അപ്പൊ ഇനി സയ്യിദ് അടുത്ത ചോദ്യം ചോദിക്കാണ്, ആ തുഷ്ബിഹു, നിങ്ങൾ സാദൃശ്യമാക്കുകയാണോ? ആ, അപ്പൊ അംസ്, അത് അംസ് ഫീലിന്റെ കൂടെ വരാറുണ്ട്, ഇസ്മിന്റെ കൂടെയൊക്കെ വരാറുണ്ട്. ആ സെയ്ദുൻ കായമുൻ, സെയ്ദ് നിൽക്കുന്നവനാണോ, അങ്ങനെ ചോദിക്കും. ആ തുഷ്ബിഹു, നീ സാദൃശ്യമാക്കുകയാണോ ഷജറത്തു ജൗസുൽ ഹിന്ദി, ഈ നാരിയൽ നാളികേരത്തെ തേങ്ങ മരത്തെ, നാളികേര വൃക്ഷത്തെ സാദൃശ്യമാക്കുകയാണോ ഷജറത്തൻ നഖലി ഫി ഫവായിദി, അതിന്റെ ഉപകാരത്തില് ഷജറത്തൻ നഖൽ എന്ന് പറഞ്ഞാൽ ഈത്തപ്പഴ മരം, ഈന്തപ്പഴ മരവുമായിട്ട് സാദൃശ്യമാക്കുകയാണോ? ഈന്തപ്പഴത്തിന്റെ മരം പ്രത്യേകത തന്നെയാണ്, അതിന്റെ എല്ലാം ഉപയോഗിക്കാൻ പറ്റും. ഇല ഉപയോഗിക്കാൻ പറ്റും, തടി ഉപയോഗിക്കാൻ പറ്റും, അതിന്റെ പഴം ഉപയോഗിക്കാൻ പറ്റും, ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ഈത്തപ്പഴം പോലെ, ഈന്തപ്പന പോലെയാണോ ഈ നാരിയിൽ നാളികേരം, തേങ്ങ നാളികേരം വൃക്ഷം എന്ന് സദൃശ്യമാക്കുകയാണോ എന്ന് ചോദിക്കുകയാണ്. ഇവിടെ ആ എന്നുള്ളൊരു ഇസ്തിഫാമിയായ ചോദ്യം അംസ് ഉപയോഗിക്കാറുണ്ട്. ആണോ എന്ന അർത്ഥത്തിലാണ് ചോദിക്കാറുള്ളത്. ക്ലിയർ ആയല്ലോ? അതിന്റെ മറുപടി ആയിട്ട് ഖാലിദ് പറയാണ്, നഅം, അതെ, യാ ഉഖ്തി, എന്റെ സഹോദരി, ഇന്ന ഷജറത്തൻ നാറഞ്ചിയിൽ, ഈ നാളികേര വൃക്ഷം, തുഷ്ബിഹു നഖല കസീറ, അത് പല അർത്ഥത്തിലും ഈത്തപ്പഴമായിട്ട്, ഈന്തപ്പഴ മരവുമായിട്ട് അത് സദൃശ്യമാകുന്നുണ്ട്. കിൽത്താഹുമ നാഫിയത്താന്, ചെയ്ത് രണ്ടും, ഈത്തപ്പഴത്തിന്റെ മരവും അതേപോലെ തേങ്ങ നാളികേര വൃക്ഷവും രണ്ടും വളരെ അധികം ഉപകാരപ്രദമാണല്ലോ. നമുക്ക് നാക്കുൽ സമറ, നമ്മൾ അതിന്റെ ഫലം കഴിക്കുന്നുണ്ട്. നഷ്റബ് മാ, അതിന്റെ വെള്ളം കുടിക്കുന്നുണ്ട്. നസ്തഫീദ് മിൻ ജുസൂഇഹി, അതിന്റെ ജുസു എന്ന് പറഞ്ഞാൽ തടിയിൽ നിന്ന് നമ്മൾ ഉപകാരം എടുക്കുന്നുണ്ട്. പൗറാക്കി അതിന്റെ ഇല ഉപകരിക്കുന്നുണ്ട്. കുശൂരി സിമാരിഹ, അതിന്റെ വൃക്ഷത്തിന്റെ ആ തൊലി, ഇപ്പൊ തേങ്ങയുടെ ഉള്ളിലുള്ള അതാണ് കയമ്പുല, അതിന്റെ പുറത്തൊരു തേങ്ങയുടെ കവർ ഉണ്ടാവും, അത് കത്തിക്കാനൊക്കെ ഉപയോഗിക്കുന്ന അതാണ് തേങ്ങാപ്പൊളി.
അതാണ് കുഷൂർ എന്ന് പറയാം. അപ്പൊ അതൊക്കെ നമ്മൾ എന്താവുന്നുണ്ട് ഉപയോഗിക്കണം. വേസ്റ്റ് ആക്കാൻ പറ്റുന്ന ഒന്ന്, വേസ്റ്റ് എന്ന് പറയാൻ പറ്റുന്ന ഒന്നും അതിലില്ല. അപ്പൊ അത് കഴിഞ്ഞ ശേഷം സയ്യിദ് അടുത്ത ചോദ്യം ചോദിക്കുകയാണ്, ഹൽ ഉണ്ടോ, ഹല്ല്. ഹംസ പറഞ്ഞതുപോലെ തന്നെയാണ് അല്ലിന്റെ ഉപയോഗം. ഹല്ല് എന്ന് പറഞ്ഞാൽ ഉണ്ടോ, ആണോ എന്നൊക്കെയാണ് ഉപയോഗിക്കാറുള്ളത്. അതും ഫെയിലിന്റെ കൂടെയും വരും, ഇസ്മിന്റെ കൂടെയും വരും. ഹൽ സെയ്ദുൻ കായിമുൻ ചോദിക്കാം. ഹൽ യൂജദു ഇഖ്തിലാഫുൻ ബൈന ഷജറത്തിൽ, ഈ രണ്ട് മരങ്ങൾക്കിടയിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടോ. ഹൽ യൂജദു ഉണ്ടോ, ഇഖ്തിലാഫ്, ഇഖ്തിലാഫ് എന്ന വ്യത്യാസം, ഡിഫറൻസ്, ബൈന ഷജറത്തിന് ഈ രണ്ട് മരങ്ങൾക്കിടയിൽ. ഇപ്പൊ ഖാലിദ് പറഞ്ഞു കൊടുക്കണം, നാം ഉണ്ട് യാ ഉഖ്തി, ഹുനാക ഇഖ്തിലാഫുൻ യസീറും ബൈനഹുമ, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, സോറി, ഈ രണ്ട് മരങ്ങൾക്കിടയിൽ ചെറിയ 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 വ്യത്യാസങ്ങളേ ഉള്ളൂ. യസീർ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ, മൈന്യൂട്ട്. ഇന്ന നഹല എൺപത്തു, വ്യത്യാസം ഇതാണ്. ഒന്നാമത് ഈന്തപ്പനം, ഈ ഈത്തപ്പഴത്തിന്റെ മരം വളരുന്നത്, നബത്ത എൺപത്ത് പറഞ്ഞാൽ വളരാന്നർത്ഥം. ഫി തൊക്കസിൻ ഹാരിൻ, ചൂടുള്ള കാലാവസ്ഥയിലാണ് വളരുക. തൊക്കസ് എന്ന് പറഞ്ഞ കാലാവസ്ഥയാണ്. വലാ യഹ്താജു ഇലാ മാഇൻ കസീറിൻ, കൂടുതൽ വെള്ളത്തിലേക്ക് ആവശ്യമൊന്നുമില്ല. പക്ഷെ അമ്മ ജൗസുൽ ഹിന്ദി, ഈ നാളികേരം, യഹ്താജു ആവശ്യമുണ്ട്, ഇലാ മാഇൻ കസീറിൻ, ഒരുപാട് വെള്ളം ആവശ്യമുണ്ട്. ഇപ്പൊ തഖ്സുറു അസ്ജാറുഹ, അതുകൊണ്ട് തന്നെ ഈ നാളികേരത്തിന്റെ വൃക്ഷങ്ങള് കൂടുതൽ ഉണ്ടാകാറുള്ളത് ഫിൽ മനാത്തിക്കി, പ്രദേശങ്ങളിലാണ്, അൽ മുജാവറത്തിൽ ബഹരി, സമുദ്രത്തോട് അടുത്ത് നിൽക്കുന്ന പ്രദേശങ്ങളിലാണ് ഉണ്ടാവാറുള്ളത്. മനാത്തിക് എന്ന് പറഞ്ഞാൽ മിൻതഖത്തിന്റെ ജമ്മാണ് മനാത്തിക്, പ്രവിശ്യ, സ്ഥലങ്ങൾ എന്നൊക്കെ അർത്ഥം. മുജാവറ എന്ന് പറഞ്ഞാൽ അടുത്ത് നിൽക്കുന്ന, ബഹരി സമുദ്രവുമായിട്ട് അടുത്ത് നിൽക്കുന്ന പ്രദേശങ്ങളിലാണ് ഈ നാളികേര വൃക്ഷങ്ങൾ സാധാരണയായി കാണാറുള്ളത്. വക്കദാലിക്ക, മറ്റൊരു വ്യത്യാസം അതുപോലെ തന്നെ, യക്കൂനു സമറുൻ നഖ്ലി, ഈ ഈത്തപ്പഴത്തിന്റെ മരമാകും ചെറുതായിരിക്കും. പക്ഷേ അമ്മ സമറുൻ നാരഞ്ചിയിൽ, ഈ നാളികേര വൃക്ഷം, ഫയക്കൂനു അക്ബറു മിൻഹു ബി കസീരിൻ, വൃക്ഷത്തിനെ കുറിച്ചല്ല, സമറിനെ കുറിച്ചാണ്. ഈന്തപ്പഴത്തിൽ കിട്ടുന്ന ഈത്തപ്പഴം, ഈത്തപ്പഴം ചെറുതാണ്. പക്ഷെ അമ്മ സമറുൻ നാരഞ്ചിയിൽ, തേങ്ങ, ഫയക്കൂനു അക്ബറു മിൻഹു ബി കസീരിൻ, ഈത്തപ്പഴത്തേക്കാൾ വളരെ വലുതാണ്. അക്ബറു മിൻഹു ബി കസീർ, വലിയ തോതിൽ, വലിയ തോതിൽ ഈത്തപ്പഴത്തേക്കാൾ വളരെ വലുതാണ് നാളികേരം. ഇതാ സഖത്തല റഅസി ഇൻസാൻ, അതെങ്ങാനും ഒരു മനുഷ്യന്റെ തലയിൽ വീണാൽ, ജറാഹു, അവനക്ക് മുറിവുണ്ടാവും, പരിക്കേൽപ്പിക്കും, അത്ര വലുതാണ് ഈ തേങ്ങ. സയ്യിദ് അടുത്ത ചോദ്യം ചോദിക്കട്ടെ, കൈഫ, എങ്ങനെയാണ്, ഹൗ എന്നതിനാണ് കൈഫ ഉപയോഗിക്കുക. ഹായ് കൈഫ യൻതഫിഉൽ ഇൻസാനു ബി ജൗസിൽ ഹിന്ദി യാ അഖി, എന്റെ സഹോദര, ഈ ജൗസിൽ ഹിന്ദി, ഈ നാളികേരമായിട്ട് മനുഷ്യന് എങ്ങനെയൊക്കെ ഉപകാരം ഉണ്ടാക്കാൻ പറ്റും, ഉപകാരം എടുക്കാൻ പറ്റും, ഏതൊക്കെ രീതിയിലാണ് മനുഷ്യന് ഉപകരിക്കുന്നത്. ഹൗ എന്നതിനാണ് കൈഫ അവിടെ ഉപയോഗിച്ചത്. അതിന്റെ മറുപടിയായിട്ട് ഖാലിദ് പറയുന്നു, യാ ഉഖ്തി അലസിന്റെ പ്രിയപ്പെട്ട സഹോദരി, യസ്താമിൽ ഇൻസാൻ, മനുഷ്യൻ ഉപയോഗിക്കുന്നു, ജുസു അ ജൗസിൽ ഹിന്ദി, ഈ തേങ്ങാവൃക്ഷത്തിന്റെ ജ്യൂസ് എന്ന് പറഞ്ഞ തടി ഉപയോഗിക്കുന്നുണ്ട്, ഫി ബിനാഇൽ ബുയൂത്തി, വീട് നിർമ്മിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് പലക ഉണ്ടാക്കുന്നു, വയസ്നൗ മിൻഹ, അതിൽ നിന്ന് ഉണ്ടാക്കുന്നു, അസാസൽ ലി ബൈത്തി, വീടിന് ആവശ്യമായ സാമഗ്രികള്, അലമാരയായിട്ടും പല സാമഗ്രി, അസാസ് എന്ന് പറഞ്ഞാല് സാമഗ്രികളാണ്, വീടിന്റെ മെറ്റീരിയൽസ്, അതും വെച്ചിട്ടുണ്ടാക്കുന്നു. ജുസു എന്ന് പറഞ്ഞാൽ തടിക്കാണ് പറയാം. അപ്പൊ തുഷ്ണു, അതുകൊണ്ട് പാത്രങ്ങൾ ഉണ്ടാക്കുന്നു, അക്വാബിൻ, കോപ്പ ഉണ്ടാക്കുന്നു, വാദവാത്തിൻ മൻസിലി, മറ്റു ഗൃഹോപകരണങ്ങൾ ഉണ്ടാക്കുന്നു, മിൻ കിഷ്റത്തിൽ ജൗസി, ഇതിന്റെ തൊലിയിൽ നിന്ന്. കിഷ്റത്തിൽ ജൗസ് എന്ന് പറഞ്ഞാൽ തേങ്ങ ഉള്ളിൽ നിന്നുള്ള വൃക്ഷം, അല്ല ഉള്ളിൽ നിന്നുള്ള പഴണ്ടല്ലോ, തേങ്ങ വെള്ളമൊക്കെ ഉള്ള ആ തേങ്ങയുടെ പുറത്തുള്ള തൊലിയാണ്, അതാണ് കിഷ്റത്തുൽ ജൗസ്. അതിന്ന് ഒരുപാട് വീട്ടുപകരണങ്ങൾ അതിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ യുസ്തഖറജു മിൻ ജൗസിൽ, ഇത് തേങ്ങയിൽ നിന്ന് ഉണ്ടാക്കപ്പെടുന്നുണ്ട്, എടുക്കപ്പെടുന്നുണ്ട്, ജെയ്ത്തുൻ, എണ്ണ എടുക്കും. ആ എണ്ണ യുസ്താമലു തബി, ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്. ദഹനിൽ ബദനി, ശരീരത്തിൽ പുരട്ടാനുള്ള എണ്ണയായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഷാരി, തലയിൽ മുടിയിൽ പുരട്ടാനുള്ള എണ്ണയായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇസ്തിനാറത്തി, കത്തിക്കാനുള്ള ഫ്യൂവലായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാ അർത്ഥത്തിലുള്ള ഉപയോഗങ്ങളും അതുമൂലം ഉണ്ടാവാറുണ്ട്. ഇവിടെ തൊബഖ് എന്ന് പറഞ്ഞ പാകം ചെയ്യാനാണ് പറയാ. ദഹനി എണ്ണയാണ്. ഇസ്തിനാറ പറഞ്ഞാല് കത്തിക്കാന്. അസാസ് പറഞ്ഞാല് ഒട്ടുപകരണങ്ങള്. ഓക്കെ. അടുത്ത ചോദിക്കാണ് സയ്യിദ, കൈഫ യക്കൂനു ജൗസുൽ യാ, എങ്ങനെ ഇരിക്കും ഈ ജൗസുൽ, നാളികേരം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും, അത് മനസ്സിലാവാത്തവർക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടുള്ള ചോദ്യം, എങ്ങനെ ഇരിക്കും. അപ്പൊ ഖാലിദ് പറയുന്നു, ഇന്ന ജൗസൽ ഹിന്ദ് യക്കൂനു കബീറൻ ദാ ഷക്കിലിൻ ബൈലവിയത്തിൻ, അതൊരു വലിയ വലുതാണ്. ദാ ഷക്കിലിൻ ബൈലവിയത്ത് പറഞ്ഞ ഒരു വെള്ള കളറുള്ളതാണ്. തേങ്ങയുടെ ഉള്ളിലുള്ള നാളികേരത്തെ കുറിച്ചാണ് ചോദിക്കുന്നത്. വെള്ള കളറിലാണ് നാളികേരം ഉണ്ടാവല്. ഇതാ നിർദ്ദീജ, അത് പൊട്ടിച്ചാൽ, ഇംതല അബി സായിലിൻ അബിയുള്ള, അതിൽ നിന്ന് ഒരു വെള്ള കളറുള്ള ഒരു ദ്രാവകം അതിൽ നിന്ന് ഒലിച്ചു വരും.
ഇംതലാറ നിറയും, സാധാരണ ഒരു ദ്രാവകം, അബിയലറ വെള്ള കളറുള്ള, വഹു മഷ്റൂബുള്ള നല്ല ടേസ്റ്റ് ഉള്ള ഡ്രിങ്ക് ആണ്. മഷ്റൂബ് നല്ല പാനീയമാണ്, ലദീദ് എന്നാണ് ടേസ്റ്റ് ഉള്ള. മാത്രമല്ല ഇന്ന ഷുറുബഹു അത് കുടിക്കുക എന്നുള്ളത് നാഫിയുലി അംറാദി സുദരി ഹൃദയരോഗങ്ങൾ, ഹൃദ്രോഗങ്ങൾക്കൊക്കെ, ഹാർട്ട് ഡിസീസിനൊക്കെ വളരെ ഉപകാരപ്രദമാണ്. തഹസിലുൻ നിസാ ബിഹി അതുകൊണ്ട് സ്ത്രീകൾ കഴുകാറുണ്ട്, ഉജൂഹുൻ അവരുടെ മുഖങ്ങളൊക്കെ കഴുകാറുണ്ട്, വൃത്തിയാക്കാറുണ്ട്. വയഷ്ടമിലു അത് ഉൾക്കൊള്ളുന്നുണ്ട്, അലാ മവാദിൻ ഗിദാഇയ്യ നാഫിയ ഒരുപാട് ഉപകാരപ്രദമായ ഫുഡ് സാമഗ്രികൾ, അല്ലെങ്കിൽ ഫുഡിനുമായി ബന്ധപ്പെട്ട കണ്ടന്റ്സുകൾ അതിലുണ്ട്. ഇതിൽ ജിസ്മിൽ ഇൻസാൻ മനുഷ്യന്റെ ശരീരത്തിന് ഉപകാരപ്രദമായ ഒരുപാട് ഫുഡ് പ്രൊഡക്റ്റുകൾ അതിനുള്ളിലുണ്ട്. കമായുജുദ് ഫി അതിലുണ്ട് ഷുഗർ ഉണ്ട്, ബ്രൗത്തൂനിയ തറ പ്രോട്ടീനുകൾ ഉണ്ട്, ഫിറ്റാമീനിയ തറ വിറ്റാമിൻസ്, വിറ്റാമിന് പ്രോട്ടീൻ ഷുഗർ ഒക്കെ കണ്ടന്റ് ഉള്ള ഒരു സാധനം കൂടിയാണ് തേങ്ങ എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഇപ്പൊ സയ്യിദ് ചോദിക്കാണ്, ലിമാദ യുസമ്മാലിക്ക ജൗസൽ ഹിന്ദ്, എന്തിനാണ് അതിന് ജൗസൽ ഹിന്ദ് എന്ന് വിളിക്കുന്നത്? ലിമാദ എന്നാൽ വൈ, എന്തുകൊണ്ട്, ഫോർ വാട്ട് എന്നതിനാണ് ലിമാദ ഉപയോഗിക്കുക. അയിന തൻബുത്തു ഷജറത്തുൻ നാറഞ്ചിൽ ഫി ബിലാദ്, നമ്മുടെ നാട്ടിൽ എവിടെയൊക്കെയാണ് ഈ നാറഞ്ചിൽ മരം ഉണ്ടാകുന്നത്? അയിനാറ എവിടെ, എവിടെ, വേർ, യാഹി. ഇവിടെ ലിമാദ എന്നുള്ളൊരു ചോദ്യം ഉണ്ട്, അതേപോലെ അയിന എന്നുള്ള ചോദ്യം ഉണ്ട്. അയിന എവിടെ എന്ന അർത്ഥത്തിനാണ് അയിന ഉപയോഗിക്കാറുള്ളത്. ലിമാദ എന്നുള്ള എന്തുകൊണ്ട്, എന്തിനു വേണ്ടി എന്നതിനാണ് ലിമാദ ഉപയോഗിക്കാറുള്ളത്. ഇപ്പൊ ഖാലിദ് മറുപടി പറയാണ്, തൻബുത്തു അസ്ജാറുഹ നാരിയിൽ തേങ്ങ വൃക്ഷം, നാളികേര വൃക്ഷം വളരുന്നത് ഫിൽ അറാദി റംലിയ ചെറിയ, റംല് എന്ന് പറഞ്ഞാല് മണലിനാ പറയാ, മണൽ പ്രദേശങ്ങളിലാണ് കാര്യമായിട്ട് വളരാറുള്ളത്. ഒഫിൽ മനാത്തിക്ക് ഇത്തരം പ്രദേശങ്ങളിലും ഉണ്ടാകും, അല്ലതി യക്സുറു ഫിഹൽ മാഉ വെള്ളം കൂടുതലായി കാണപ്പെടുന്ന പ്രദേശങ്ങളിലും, അതായത് മണൽ പ്രദേശങ്ങളിലുമാണ് ഈ നാളികേര വൃക്ഷം കാര്യമായിട്ട് വളരുന്നത്. വയക്കാലു ഇന്ന മൗത്തിനുഹു പറയപ്പെടാറുണ്ട്, ഇന്ന മൗത്തിനുഹു അൽ അസ്ലി ഈ നാളികേരത്തിന്റെ യഥാർത്ഥ, അല്ലെങ്കിൽ അതിന്റെ ഒറിജിൻ പ്രദേശം എവിടെയാണ്? ഹുൽ ഇന്ത്യയാണ് എന്ന് പറയാറുണ്ട്. വഹുവ യസ്റ ഇന്ത്യ എന്നുള്ളത് ഈ നാളികേരം കൃഷി ചെയ്യുന്നുണ്ട്, അല നിതാഖിൻ വാസീൻ വലിയ തോതിൽ, നിതാഖിൻ വാസ് എന്ന വലിയ തോതിൽ എന്ന് പറയാം, അല നിതാഖിൻ വാസീൻ വലിയ തോതിൽ, വലിയ അളവിൽ ഈ നാളികേരം കൃഷി ചെയ്യപ്പെടുന്നുണ്ട്. ഫി കേരള കേരളത്തിലെയോ, തമിഴ്നാടുവിലെ, ബംഗാളില്. വലായഹ്ലു ഒഴിവാകുകയില്ല, അയ്യുത്ത ആമിൻ ഹുനാക്ക ഈ പ്രദേശങ്ങളിൽ ഒരു ഭക്ഷണവും ഒഴിവാകുകയില്ല, മിൻ നാറഞ്ചിയിൽ നിന്ന് വെച്ചാൽ നാറഞ്ചിയിൽ ഈ നാളികേരമില്ലാത്ത ഒരു ഭക്ഷണവും തമിഴ്നാട്, ബംഗാൾ, കേരള പോലെയുള്ള പ്രദേശങ്ങളിൽ ഉണ്ടാവില്ല. ഇപ്പൊ സൈദ ഈ സംഭാഷണമൊക്കെ കഴിഞ്ഞിട്ട് അവസാനം നന്ദി പറയാണ്, ശുക്രല്ലാക്ക വളരെ നന്ദി, യാ അഖി അൽ ഹബീബ് പ്രിയപ്പെട്ട എന്റെ സഹോദര, അല്ലംതൻ നീ എനിക്ക് പറഞ്ഞു തന്നു, അഷിയ കഫീർ ഒരുപാട് കാര്യങ്ങള്, അനിൻ നാരഞ്ചി നാളികേരത്തെ കുറിച്ച്. ജസാക്കല്ലാഹ് ഖൈറ അള്ളാഹു നിനക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ. അപ്പൊ വളരെ സിമ്പിളായ ചെറിയൊരു ചാപ്റ്റർ ആണ്. അപ്പൊ ഇതിൽ കുറച്ച് ലിമാദ, ഐന, മാ, ആ, ഹൽ തുടങ്ങിയ കുറച്ച് ഇസ്തിഫാമിയായ പദങ്ങൾ വന്നു. ആ പദങ്ങൾ എങ്ങനെ സെന്റൻസിൽ ഉപയോഗിക്കാം എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. പിന്നെ ഈ ഇതിലുള്ള പ്രധാനപ്പെട്ട വാക്കുകൾ, ഇസ്തഫാദ എന്ന് പറഞ്ഞാൽ ഉപകാരം എടുക്കുക, അതിന്റെ മുതാരിയാണ് ഇസ്തഫീദു. ജിദ് എന്നുള്ള അതിന്റെ തടിക്കാണ് പറയാം, മരത്തിന്റെ തടി, ജിദിന്റെ ജമ്മാണ് ജുസു. കിഷ്റത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ തൊലിയാണ്. സാധാരണ കിഷ്റത്ത് മനുഷ്യന്മാരെ തൊലിയാണ്, പക്ഷെ ഇതിന്റെ ഈ കിഷ്റത്തു നാരഞ്ച് എന്ന് പറഞ്ഞാൽ ആ തേങ്ങ പൊതിക്കാണ് കിഷ്റത്ത് എന്ന് പറയാം. അതിന്റെ ജമ്മാണ് കുഷൂർ. തൊക്കസ് പറഞ്ഞാല് കാലാവസ്ഥ. മിൻതക്കത്തിന്റെ ജമ്മാണ് മനാത്തിക്ക് പ്രദേശം എന്നർത്ഥം. മുജാവറത്ത് പറഞ്ഞാല് അടുത്ത്, അയൽ പ്രദേശം തന്നെ പറയും, ഈ അടുത്ത പ്രദേശം എന്നർത്ഥം, അടുത്തുള്ള സ്ഥലം. അസാസന സാമഗ്രികൾ, സാധാരണ അസാസുൽ മൻസിൽ നല്ല ഫർണിച്ചറൊക്കെയാണ് അസാസുൽ മൻസിൽ എന്ന് പറയാം. ഹബിൽ എന്ന് പറഞ്ഞാല് കയറാണ്. സല്ലത്ത് ബാസ്കറ്റ് ആണ്, അതിന്റെ ജമ്മ സിലാൽ എന്നാണ്. ഹസീർ എന്ന് പറഞ്ഞാല് പായക്കാണ് പറയാം, പായ നിലത്ത് വിരിക്കുന്ന കിടന്നുറങ്ങുന്ന ഒരു സാധനമാണ്. ബെഡിന് പകരമായിട്ട് മുമ്പ് ആളുകൾ ഉപയോഗിച്ചിരുന്ന ഒരു സാധനമാണ്. ഹസീറിന്റെ ജമ്മ ഹുസൂർ. ഫുർഷത്ത് ആണ് വിരിപ്പ്, അതിന്റെ ജമ്മ ഫുറഷാണ്. മിക്നസ് ജമ്മാണ് മക്കാനിസ്. മിക്നസ് എന്ന് പറഞ്ഞാല് ഈ അടിച്ചു വരുന്ന സാധനത്തിനാണ്, ജാഡുവിനാണ് മിക്നസ് എന്ന് പറയാം. ജമ്മാണ് മക്കാനിസ്. ലീഫ് എന്ന് പറഞ്ഞാൽ ഇലയാണ്. ആനിയത്ത് എന്ന പാത്രമാണ്, ജമ്മാണ് അവാനി. കൂബ് എന്ന് പറഞ്ഞാൽ കോപ്പയാണ്, അതിന്റെ ജമ്മ് അക്വാബ് എന്നാണ്. അഥവാത്തും മനസ്സിലാണ് വീട്ടു സാമഗ്രികൾ. ഇസ്തഖറജ എന്നാൽ അതിൽ നിന്ന് ഉണ്ടാക്കാം. ഇസ്തനാറ തീ കത്തിക്ക. ഇംതല നിറയ, അതിന്റെ ജമ്മാണ് എംതല എംതലിയോ. മവാദുൻ ഇതായ ഫുഡ് പ്രൊഡക്റ്റുകളാണ്.
ബ്രോത്തീൻ, ബ്രോത്തീനിയ എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ. വിറ്റാമിൻ, ഫിറ്റാമിൻ എന്ന് പറഞ്ഞാൽ വിറ്റാമിൻ. ഹലായഹ്ലന ഒഴിവാവ. അപ്പൊ ഇത്തരം വാക്കുകളൊക്കെയാണ് അതിൽ പഠിച്ചത് നമ്മള്. ഒരുപാട് ഇസ്തിഫാമിന്റെ ഉദാഹരണങ്ങൾ പറഞ്ഞില്ലേ? ഹല്ല് വന്നിട്ടുണ്ട്. ഹല്ല്, ഹല്ല് ആ ഒരേപോലെ ഉപയോഗിക്കുക. ഹൽ അൻത താലിബുൻ, നീ വിദ്യാർത്ഥിയാണോ എന്ന ചോദ്യം. ഹൽ അൻത താലിബുൻ എന്ന് പറയാൻ പറ്റും, ആ അൻത താലിബുൻ എന്ന് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ഹല്ലും ആയും ഒരേപോലെയാണ് ഉപയോഗിക്കാറുള്ളത്. മന്ന് പറയുമ്പോ ആരാണ്? മൻ അൻത, നീ ആരാണ്? മാ എന്താണ്? മാ ഇസ്മുക, നിന്റെ പേരെന്താണ്? കൈഫ എങ്ങനെയാണ്? കൈഫ ഹാലുക, നിന്റെ അവസ്ഥ എങ്ങനെയാണ്? അയിന, അയിന തദാവു, നീ എങ്ങോട്ടാണ് പോകുന്നത്? അല്ലെ, എവിടേക്കാണ്? അങ്ങനെയാണ് അയിനന്റെ അർത്ഥം. പിന്നെ മാത ഉണ്ട്. മാത എന്താണ്? മാതാ ഫി, നിന്റെ കയ്യിൽ എന്താണ്? മത്ത എപ്പോഴാണ്? മത്താ തർജുമൽ മദ്രസ, മദ്രസയിൽ നിന്ന് എപ്പോഴാണ് മടങ്ങി വരിക? ലിമാദാർ എന്തിനു വേണ്ടി? ലിമാദാ ദറജഅത്തമിൽ മദ്രസ, എന്തിനാണ് നീ മദ്രസയിൽ നിന്ന് മടങ്ങി വന്നത്? അയ്യ എന്ന് പറഞ്ഞാൽ ഏത്. അയ്യു ഷൈഇൻ ഫി യദിക, നിന്റെ കയ്യിൽ എന്ത് വസ്തുവാണുള്ളത്? ഏത് വസ്തുവാണ്? അപ്പൊ ഈ വിച്ച് എന്നുള്ള അർത്ഥത്തിലാണ് അയ്യു ഉപയോഗിക്കാറുള്ളത്. അപ്പൊ ഇതൊക്കെ ഇസ്തിഫാമിന്റെ പദങ്ങളാണ്. അപ്പൊ ഇതിലുള്ള എല്ലാ പദങ്ങളും ഇവിടെ ഉപയോഗിച്ചിട്ടില്ല. കുറച്ച് പദങ്ങൾ മാത്രമാണ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി ഇവിടെ പറഞ്ഞതൊക്കെ ഇസ്തിഫാമിന്റെ ഈ ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മറ്റു പദങ്ങളാണ്. പിന്നെ ഇവിടെ ക്വസ്റ്റ്യൻസുകൾ ഉണ്ട്. മാഹുവ ഇസ്മുൽ ആഖർ ലിൽ ജൗസുൽ ഹിന്ദി, ഈ നാളികേരത്തിന്റെ മറ്റൊരു പേരെന്താണ്? ജൗസുൽ ഹിന്ദിന് മറ്റൊരു പേര് നാറഞ്ചീൽ എന്നാണ് അല്ലെ. അയിന തൻബുത്തു ഷജറത്തുൻ നാറഞ്ചിൽ, എവിടെയാണ് വളരുന്നത്? അത് വളരുന്നത് ഫി ബിൽ മനാത്തിഖ് അൽ മുജാവറത്തിൽ ബഹരി, സമുദ്രത്തിനോട് അടുത്ത പ്രദേശങ്ങളിലാണ് വളരുന്നത്. ഹൽ മാ ഉൻ നാറഞ്ചിൽ നാഫിയുൽ അംറാദ് സദരി, ഹൃദ്രോഗങ്ങൾക്ക് ഉപകാരപ്രദമാണോ നാളികേര വെള്ളം? യെസ്. നഅം മാ ഉൻ നാറഞ്ചിൽ നാഫിയുൽ അംറാദ് സദരി എഴുതിയാൽ മതി. ഹല്ല് മാറ്റിയിട്ട് അതിന്റെ സ്ഥാനത്ത് ആ നാം ഇട്ട് കൊടുത്താൽ ആൻസർ ആയി. അയ്യു ഷൈഇൻ യുസ്നഉ ഫീ മിൻ കിഷ്റത്തിൻ നാറഞ്ചിൽ, നാറഞ്ചിലിന്റെ തൊലിയിൽ നിന്ന് എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത്? അതിൽ നിന്ന് ആവാനിക, പാത്രങ്ങള്, അതേപോലെ അദവാത്തുൽ മൻസിലിയ, വീട്ടുപകരണങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട്. കൈഫ യക്കൂനു ഷക്കിലുൻ, അതിന്റെ ഷക്കിൽ എങ്ങനെയാണ്? വലുതാണ്. ദാ ഷക്കിലിൻ കബീരിൻ, പിന്നെ പറഞ്ഞു അത് ബൈള, വെള്ള കളറുള്ളതാണെന്നൊക്കെ പറഞ്ഞു അല്ലെ. അത് തൊലിച്ചാൽ ഒരു വെള്ളം അതിൽ നിന്ന് ഒഴുകി വരും, മധുരമുള്ളതാണെന്നൊക്കെ പറഞ്ഞു. ആ തഹ്സിലുൻ നിസാ വജൂഹുന്ന ബിമാഇൻ നാറഞ്ചിൽ, ഇതിന്റെ വെള്ളം കൊണ്ട് സ്ത്രീകൾ മുഖം കഴുകാറുണ്ടോ? നഅം തഹ്സിലുൻ നിസാ വജൂഹുന്ന ബിമാഇൻ നാറഞ്ചിൽ. ഹൽ തൂജദു മവാദുൻ ഹിദായിയും ഫി നാറഞ്ചിൽ, നാറഞ്ചിലിന് ഫുഡ് പ്രൊഡക്റ്റുകളൊക്കെ അതിലുണ്ടോ? ആ നഅം. ഹല്ല് വെച്ചാൽ പിന്നെ നഅം എന്ന് മാത്രം പറഞ്ഞ, വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അല്ലും ആയൊക്കെ ആവുമ്പോ എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. ഹൽ നഅം എന്നുള്ളതൊക്കെ ഹൽ ആ, അപ്പൊ അതിന് നഅം എന്ന് മാത്രം പറഞ്ഞാൽ മതി. നഅം അല്ലെങ്കിൽ ലാ എന്ന് പറഞ്ഞാൽ മതി. ഈ മാ എന്നോ അല്ലെങ്കിൽ അയിന മത്ത അങ്ങനെയൊക്കെ ചോദിക്കുമ്പോഴാണ് അത് വിശേഷിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ വിശദീകരിച്ച് പറയേണ്ടത്. ഇവിടെ അല്ലാണോ അയിനയാണോ അല്ല അംസ ആണോ നോക്കുക. അങ്ങനെ അങ്ങനെയാണെങ്കിൽ നേരെ നഅം അല്ലെങ്കിൽ ലാ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ. അടുത്തത് ചാപ്റ്റർ നമുക്ക് ശരിയായി മനസ്സിലായിട്ടുണ്ടോ എന്ന് ചോദിച്ച് ചെക്ക് ചെയ്യാനുള്ള ഒരു ആക്ടിവിറ്റിയാണ്. ശരിയാണെങ്കിൽ ശരിന്റെ അടയാളം ഇടാം, തെറ്റാണെങ്കിൽ തെറ്റിന്റെ അടയാളം ഇടാം. തൻബുത്തു ഷജറത്തു ജൗസിൽ ഹിന്ദി ഖരീബൻ മിനൽ ബഹരി, സമുദ്രത്തിന്റെ അടുത്ത പ്രദേശങ്ങളിലാണ് ജൗസിൽ ഹിന്ദ് വളരുക. ശരിയാണല്ലേ? അപ്പൊ ശരിയാണ്. രണ്ട്, യക്കൂന് ജൗസുൽ ഹിന്ദ് കബീറൻ, ഇത് വലിയ ഒരു മരമാണ്. അതും ശരിയാണ്. മൂന്ന്, ഷജറത്തുൻ നാറഞ്ചിൽ നാഫിയത്തുൽ ഇൻസാനി കൽ അസ്ജാറിൽ ഉഖ്റ, മറ്റു മരങ്ങളെ പോലെ തന്നെ മനുഷ്യന് ഉപകാരപ്രദമായ ഒരു മരമാണ് നാളികേരം വൃക്ഷം. ശരിയാണ്. ലാ തഹ്താജു ഷജറത്തുൻ നാറഞ്ചി ഇലാ മായിൻ കസീറ, ഒരുപാട് വെള്ളം ആവശ്യമില്ല. അത് തെറ്റാണ്. കാരണം ഒരുപാട് വെള്ളം ആവശ്യമുണ്ട്, വെള്ളം ഒരുപാട് ഉള്ള പ്രദേശങ്ങൾ മാത്രമാണ് നാളികേര വൃക്ഷം വളരുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പൊ അത് തെറ്റാണ്. അഞ്ച്, തക്സുറു അഷ്ജാറു ജൗസുൽ ഹിന്ദ് ഫി ഷിമാൽ ഹിന്ദി, ഷിമാൽ നോർത്ത് ഇന്ത്യയിലാണ് ഇത് കൂടുതൽ കാണപ്പെടുന്നത്. അതല്ല, നമ്മൾ പറഞ്ഞത് ജനൂബുൽ ഹിന്ദിയിലാണ്. അതും തെറ്റാണ്. കേരള, അതേപോലെ തമിഴ്നാട് തുടങ്ങിയ പ്രദേശങ്ങളൊക്കെ ജനൂബുൽ ഹിന്ദിയിലുള്ളതാണ്. അപ്പൊ അഞ്ചാമത്തെ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. പിന്നെ ആറ്, യക്കൂനു സമറുൻ നാരഞ്ചിൽ സൊഹീറുൽ ഹജമി, ചെറുതായിരിക്കും നാരഞ്ചില്. അതും തെറ്റാണ്. വലുതല്ലേ, കബീറുൽ ഹജമാണ്. ഏഴ്, തുസ്നവ് അദവാത്തും മൻസിലിയ ഫിൻ കിഷർ ജൗസുൽ ഹിന്ദ്, ഇതിന്റെ ഈ തൊലിയിൽ നിന്ന് ഒരുപാട് സാമഗ്രികൾ ഉണ്ടാക്കാറുണ്ട്. അത് ശരിയാണ്. എട്ട്, തുസമ്മ ഷജറത്തു ജൗസുൽ ഹിന്ദ് മലിക്കി നബാത്ത് എന്നാണ് ഇതിന്റെ മറ്റൊരു പേര്. അതും ശരിയാണ്. സൈത്തുൻ നാറഞ്ചിൽ സ്വാലിഹുൽ തബഗി, ഇതിന്റെ എണ്ണ ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിക്കാറുണ്ട്. അതും ശരിയാണ്. തുസ്താമല ജുസൂൻ നാറഞ്ചിൽ ഫി ബിനായിൽ ബുയ്ത്, വീട് നിർമ്മാണത്തിനൊക്കെ ഇതിന്റെ തടി ഉപയോഗിക്കാറുണ്ട്. അതും ശരിയാണ്. അപ്പൊ ഇതിൽ 4, 5, 6 അല്ലാത്തതൊക്കെ ശരിയാണ്. പിന്നെ
ഖാലി ജഗहों को नीचे दिए गए अल्फाज से पुर कीजिए. അപ്പൊ ഇവിടെ ഫുന്ദുഖ്, ബഹർ, അഖദാം, മൗജ്, ജൗസുലിന്ദ്, അസ്ജാർ, റിഹിലത്ത്, ഷാത്തി, സിയാബന ഈ വാക്കുകളൊക്കെ വെച്ചിട്ട് പൂരിപ്പിക്കാനാണ്. ഫുന്ദുഖ് എന്ന് പറഞ്ഞാൽ ഹോട്ടല്, ബഹർ കടല്, അഖദാം എന്ന് പറഞ്ഞാല് കാൽപാദങ്ങള്, മൗജ് തിരമാല, ജൗസുലിന്ദ് നാളികേരം, അസ്ജാർ മരം, റിഹിലത്ത് യാത്ര, ഷാത്തി തീരം, സിയാബന നമ്മുടെ വസ്ത്രം. ദഹബന ഞങ്ങൾ പോയി, ഫി എവിടേക്കാണ് പോകുന്നത്? ഫി റിഹിലത്തിൻ ഇൽമി ഒരു സ്റ്റഡി ട്രിപ്പ്, അതിനാണ് റിഹില ഇൽമിയ എന്ന് പറയാം. സ്റ്റഡി ടൂർ പോയി, ഇലാ വിലായത്തി കേരള കേരളത്തിലേക്ക്. ആ നസല ഞങ്ങൾ ഇറങ്ങി, ഫി എവിടെയാണ് ഇറങ്ങാറ്? ഫി ഷാത്തി ഇൻ കാന കരീബൻ മിനൽ ബഹരി സമുദ്രത്തിന് അടുത്തുള്ള ഒരു തീരത്ത് ഞങ്ങൾ ഇറങ്ങി. കുന്നാൻ അതാവ് ഞങ്ങളായിരുന്നു, കുല്ലെ അവൻ എല്ലാ ദിവസവും പോകുന്നവരായിരുന്നു, ഇലാ അവിടെയും ഷാത്തി അൽ ബഹരി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇനി അല്ലാതെ നസല രണ്ടാമത്തെ നസല ഞങ്ങൾ ഇറങ്ങി, ഫി ഫുന്ദുഖ് ഒരു ഹോട്ടലിൽ ഇറങ്ങി, കാരണം കരിമിൽ വാലി സമുദ്രത്തിന് അടുത്തുള്ള ഒരു ഹോട്ടലിൽ ഞങ്ങൾ അവിടെ ഇറങ്ങി. ഞങ്ങൾ അവിടെ ഈ കടൽ തീരത്തേക്ക് എന്നും പോകുമായിരുന്നു. വനല്ലബം ഇൽ ബഹരി സമുദ്രത്തിലെ വെള്ളവുമായിട്ട് ഞങ്ങളെന്നും കളിക്കുന്നവരായിരുന്നു. കാന മാ ഉൽ ബഹരി യർതഫിഉ ഫജ്അതൻ പെട്ടെന്ന് ഉയരും, വയമുസു അത് നമ്മളെ തൊടും, അഖദാമൻ നമ്മുടെ കാൽപാദങ്ങളെ പെട്ടെന്ന് വെള്ളം വന്നിട്ട് കാലിന് ടച്ച് ചെയ്യും വെള്ളം. മറതൻ ഒരു തവണ ഇർത്തഫ ഉയർന്നു, മൗജുൻ അതിന്റെ തിരമാല ഉയർന്നു, ആലി വളരെ ഉയർന്ന തരത്തിൽ ഉയർന്നു. അപ്പൊ ബല്ലല അത് നനച്ചു, സിയാബന ഞങ്ങളുടെ വസ്ത്രത്തെ പൂർണ്ണമായും നനച്ചു. ബല്ലല നനവുണ്ടാക്കാന്ന് അർത്ഥം. അപ്പൊ അതില് ക്ലിയർ അല്ലേ? പിന്നെ ബാക്കിയുണ്ട് റഅയ്ന ഞങ്ങൾ കണ്ടു, അല ഷാത്തി തീരത്ത് കണ്ടു, ജൗസുൽ ഹിന്ദി അല്ലെങ്കിൽ അല ഷാത്തിയിൽ ബഹരി സമുദ്രത്തിന്റെ തീരത്ത് കണ്ടു, നാറഞ്ചിയിൽ കണ്ടു, ഫീ കുല്ലി മക്കാൻ എല്ലാ സ്ഥലത്തും. അപ്പൊ കബില റുജൂഇന ഞങ്ങൾ മടങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ വാങ്ങിയാൽ ബിസ്ക്കറ്റ് വാങ്ങി, ചോക്ലേറ്റ് വാങ്ങിയാൽ മസ്നുവ ഉണ്ടാക്കിയ, മിൻ ജൗസുൽ ഹിന്ദി ഈ നാളികേരമായിട്ട് ഉണ്ടാക്കിയ ചോക്ലേറ്റ് ഒക്കെ ഞങ്ങൾ വാങ്ങി എന്നാണ്. അത് ക്ലിയർ ആണല്ലോ അല്ലെ? അപ്പൊ ഈ ചാപ്റ്ററിൽ നമ്മള് ഈ നാളികേരത്തിനെ കുറിച്ച് ബന്ധപ്പെട്ട കുറച്ച് പദങ്ങള്, മരവുമായി ബന്ധപ്പെട്ട കുറച്ച് പദങ്ങള്, പ്രയോഗങ്ങളൊക്കെയാണ് പഠിച്ചത്. ഇമ്പോർട്ടന്റ് ആയ കുറച്ച് കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ക്വസ്റ്റ്യൻ എങ്ങനെ അറബിയിൽ ഉണ്ടാക്കാം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് വിശ്വസിക്കുന്നത്. അവസാനിപ്പിക്കുന്നു. ശുക്രൻ, ജസാക്കുമുല്ലാ, അസ്സലാമു അലൈക്കും.